ഇതൊക്കെ സീരീസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇവിടെ ഖത്തറിൽ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഒരു ഹോട്ടലിൽ വന്ന് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്ന പോലെ. ഇവിടുത്തെ ഹോട്ടൽസും ഇതിനുവേണ്ടി അങ്ങനത്തെ കുറേ പാക്കേജസ് ഉണ്ട്. ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബെഡ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച്, അങ്ങനെ പല പല ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ഈ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത് ദോഹ മാരിയറ്റിലാണ്. ഇവിടെ എത്രയാണ് ബുക്ക് ചെയ്യാൻ? ഇവിടെ റൂമിന് എക്സിക്യൂട്ടീവ് റൂമാണ് എടുത്തിട്ടുള്ളത്. സോ ഇറ്റ് കെയിം അറൗണ്ട് 450. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടക്കം എല്ലാം കൂടി ഒരു 600 അടുത്ത് വരും. പിന്നെ അതുപോലെ നിങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബീച്ച്, പൂൾ, സ്പാ ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആക്സസ് ആണ്. അപ്പോൾ അതായത് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തത് മുതൽ ചെക്ക് ഔട്ട് ചെയ്യുന്ന ഡേ വരേക്കും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്ലേ ഏരിയ ഉണ്ട്, ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ ഏരിയ ഉണ്ട്. സ്വിം ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. ഒരുവിധം ഹോട്ടൽസിലൊക്കെ സിമിലർ പാക്കേജസ് ആണ്, ഐ മീൻ സിമിലർ ഫെസിലിറ്റീസ് ആണ് ഉണ്ടാവുക. Steak house. What? ബേബീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബേബി കോഡ് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് എക്സ്ട്രാ കോസ്റ്റ് ഇല്ല, പക്ഷെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു മിനി ബാർ ഉണ്ട്. ഫ്രീ അല്ല, നമ്മൾ ഉപയോഗിക്കണതനുസരിച്ച് അതിൻ്റെ റേറ്റ് അവർ ബില്ല് ചെയ്യുന്നതായിരിക്കും. കോഫി, ടീ കോംപ്ലിമെൻ്ററി ആണ്, അതിനുള്ള സപ്ലൈസ് ഇവിടെ ഉണ്ട്. പിന്നെ വെള്ളം ഒരു 4 ബോട്ടിലുണ്ട്. അയൺ ബോക്സ് ഉണ്ട്, ബാത്ത് റോബ് ഉണ്ട്, പിന്നെ ഒരു ലോക്കർ. ടോയ്ലറ്ററീസിൻ്റെ നല്ലൊരു സെറ്റ് ഉണ്ട്. ഷവർ ജെൽ, കണ്ടീഷണർ, ഷവർ ക്യാപ്പ്, സോപ്പ്, ലോഷൻ എല്ലാം ഉള്ള ഒരു നല്ല സെറ്റ്. പിന്നെ അതവിടെ ഹാൻഡ് വാഷ് ഉണ്ട്, ടൂത്ത് ബ്രഷ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആയത് കാരണം അവർ സ്പെഷ്യൽ ഡെക്കറേഷൻ ചെയ്തതാണ്. യൂഷ്വലി ഇങ്ങനെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവില്ല. എവിടെ പോണേ നമ്മള് ബീച്ച് ഏരിയ, സ്വിമ്മിംഗ് പൂൾ ഏരിയ. ഓക്കെ, ഇവിടെ നിങ്ങൾ വീക്കെൻഡ് സ്റ്റേന് വരികയാണെങ്കിൽ പൂൾ ആൻഡ് ബീച്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. ഞങ്ങളിവിടെ ബീച്ച് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടി സാൻഡിൽ, മണ്ണിലുള്ള ഒരു നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇപ്പം നമ്മൾ മാരിയറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. വിപുലമായ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കണ സീനുകളാണ്. ലോബി ഏരിയയിലുള്ളൊരു പ്ലേ ഏരിയയാണ്. ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വന്ന് ഇവിടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം.
വീട് തൊട്ടടുത്തിട്ടുണ്ടായിട്ടും എന്തിനാ ഹോട്ടലിലൊന്നും താമസിക്കണേന്ന്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബീച്ച് ആൻഡ് പൂൾ ആക്സസ് ചെയ്യുന്ന ഒരു പാസ്വേഡ് ഹോട്ടലിൽ കിട്ടും. മിക്ക ഹോട്ടലിലും ഉണ്ട്, ഡേ പാസ് എന്നാ പറയാ. അങ്ങനത്തെ ഒരെണ്ണം പർച്ചേസ് ചെയ്താൽ മതി. സാമ് ബീച്ചിൽ കുറേ കളിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുക പാവം. ഇവിടുത്തെ ബീച്ച് നല്ല സെറ്റപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതുപോലെ കുറേ കളർഫുൾ ആയിട്ടുള്ള ബീൻ ബാഗ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. പ്രൈവറ്റ് ബീച്ച് ആയത് കാരണം ഒട്ടും തിരക്കില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ മോർണിംഗ് തന്നെ എത്തി. ആരുമില്ല ഇവിടെ, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. അങ്ങനെ നമ്മൾ മാരിയോട്ടിലെ സ്റ്റേക്കേഷനും കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ചെക്കൗട്ട് ചെയ്യാൻ പോകണം.